നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 17/6/2026 ബുധനാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മുടങ്ങാതെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതെന്നറിയാം, പലരും മറന്നു പോകുന്നതാണ്. അപ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വില 300 രൂപയ്ക്ക് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. വൻ കുതിച്ചു കയറ്റമാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും വില കുതിച്ച് കയറിയിട്ടുണ്ട്. വിദേശത്തും കർണാടകയിലും ഇന്ന് വലിയ വർധനമാണ് റബ്ബർ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് കേരളത്തിൽ പ്രതിഫലിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ വിദേശ വിലയുടെ കുതിപ്പിന് അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ വില കുതിച്ച് കയറുന്നില്ല. അപ്പോൾ വിദേശത്ത് 3 രൂപ 5 രൂപയ്ക്കാണ് കയറുന്നത്. പക്ഷേ കേരളത്തിൽ 1 രൂപ 2 രൂപയ്ക്കാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ റബ്ബർ വിലയ്ക്ക് ഒരു സ്പീഡ് വരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് റബ്ബർ ടാപ്പിംഗ് ചെയ്തിട്ട് പാല് കിട്ടുന്നില്ല. പിന്നെ രണ്ടാമത്തെ ആൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് മഴയത്ത് ഈ മഴ സമയത്ത് റെയിൻ ഗാർഡ് ഇല്ലാത്ത തോട്ടങ്ങളിൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള മറുപടി ഞാൻ ഈ വീഡിയോയ്ക്ക് അവസാനം പറയുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഞാൻ റബ്ബർ വില പറയാം. നമുക്ക് ആദ്യം വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS1 1 കിലോയ്ക്ക് 311 രൂപ 6 പൈസ. RSS2ന് 309 രൂപ 31 പൈസ. RSS3ക്ക് 307 രൂപ 71 പൈസ. RSS4ന് 306 രൂപ 84 പൈസ. RSS5ന് 306 രൂപ 41 പൈസ. ഇതാണ് വിദേശ വില. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS3ക്ക് 1 കിലോയ്ക്ക് 269 രൂപ 50 പൈസ. RSS4ന് 1 കിലോയ്ക്ക് 269 രൂപ. 5ന് 263 രൂപ. ലോട്ടിന് 229 രൂപ. ഒട്ടുപാൽ 156 രൂപ വരെ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 275 രൂപ. RSS5ന് 1 കിലോയ്ക്ക് 271 രൂപ. ISNR 20ക്ക് 222 രൂപ. ലാറ്റക്സ് 60%ന് 169 രൂപ 5 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 1 കിലോയ്ക്ക് 275 രൂപ. RSS5ന് 271 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രീഡനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 266 രൂപ. ലോട്ടിന് 230 രൂപ മുതൽ 235 രൂപ വരെയും. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 164 രൂപ. 60% DRC ഒട്ടുപാലിന് 123 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 233 രൂപ. ഫാക്ടറി വില 243 രൂപ. വിശദമായി നോക്കാം. 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 11,650 രൂപ. 30% DRC ഉള്ളതിന് 13,980 രൂപ. 35% DRC ഉള്ളതിന് 16,310 രൂപ. 40% DRC ഉള്ളതിന് 18,640 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 267 രൂപ. RSS5ന് 263 രൂപ. ISS 221 രൂപ 50 പൈസ മുതൽ 222 രൂപ വരെയും. ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 148 രൂപ മുതൽ 160 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS4ന് 1 കിലോയ്ക്ക് 2 രൂപ വർദ്ധിച്ചു. 5ന് 1 രൂപ വർദ്ധിച്ചു. ISNR 20ക്ക് 2 രൂപ വർദ്ധിച്ചു. ഇനി വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS4ന് 2 രൂപ വർദ്ധിച്ചു. 5ന് 1 രൂപ വർദ്ധിച്ചു. ISSനും ഒട്ടുപാലിനും 2 രൂപ വെച്ചാണ് വർദ്ധിച്ചിരിക്കുന്നത് കിലോയ്ക്ക്. ഇനി കർണാടകയിൽ വില നോക്കിക്കഴിഞ്ഞാൽ RSS3ക്കും 4നും 5നും ലോട്ടിനും 3 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് കിലോയ്ക്ക്. ഒട്ടുപാലിന് 1 രൂപ വർദ്ധിച്ചു. ഇനി വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്താണ് വൻ കുതിപ്പ് നടന്നിരിക്കുന്നത്. ഇന്നലെ 308 രൂപയായിരുന്നു RSS1ന്. ഇന്നത് 311 രൂപയായി. RSS4ന് ഇന്നലെ 304 രൂപയായിരുന്നു. ഇന്നത് 307 രൂപയായിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില. ഇനി ഞാൻ ഇന്നലെയൊക്കെ വന്ന കമൻറ്റിൻ്റെ മറുപടി ഞാൻ പറയാം. അപ്പോൾ ഒരാൾ നമ്മളോട് ചോദിച്ചത് റബ്ബറിന് ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ട് പാലില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും പാല് കുറവാണ്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ വന്ന മാറ്റം കൊണ്ടായിരിക്കാം. കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേ വർഷമൊക്കെ ഭയങ്കര മഴയായിരുന്നു. നമ്മുടെ റബ്ബർ മരത്തിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞു പോയി. അപ്പോൾ ശിഖരങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഒരു റബ്ബർ മരം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ശകരമെല്ലാം മാത്രമേ കാണുകയുള്ളൂ. നേരത്തെ നല്ല ശകരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഇല കൊഴിയുന്നതനുസരിച്ച് എല്ലാ ശകരങ്ങളിലൊന്നും വീണ്ടും തളുത്ത് കയറി വരുന്നില്ല. അപ്പോൾ റബ്ബറിന് അത് എന്തുകൊണ്ട് ക്ഷീണമാണ്. അപ്പോൾ നമ്മുടെ ഈ റബ്ബർ മരത്തിന് ഒരുപാട് മഴയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആഴ്ചയിൽ 1-2 മഴയൊക്കെ മതി. അപ്പോൾ കനത്ത മഴയല്ലേ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ വന്ന മാറ്റം തന്നെയാണ് നമ്മുടെ ഈ റബ്ബർ മരത്തിൻ്റെ പാല് കുറയാനുള്ള പ്രധാന ഒരു കാരണം. പിന്നെ അടുത്തൊരാൾ നമ്മൾ കമൻറ്റ് ചോദിച്ചു, ഈ മഴക്കാലത്ത് റെയിൻ ഗാർഡ് ഇടാത്ത തോട്ടങ്ങൾ ടാപ്പിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന്. തീർച്ചയായിട്ടും ടാപ്പിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ
1 മണിക്കൂറെങ്കിലും മഴ പെയ്യാതിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കണ്ട് ടാപ്പിംഗ് ചെയ്യണം. അപ്പോൾ മഴക്കോൾ ഉണ്ടെങ്കിലോ നമ്മൾ ടാപ്പിംഗ് ചെയ്യരുത്. നല്ല കാലാവസ്ഥയാണെങ്കിൽ മാത്രം ടാപ്പിംഗ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ പകുതി ടാപ്പിംഗ് ചെയ്തു. അപ്പോൾ കാലാവസ്ഥ മാറി, മഴക്കോളായി, മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം അവിടെ വെച്ച് തന്നെ ടാപ്പിംഗ് നിർത്തണം. അപ്പോൾ നമ്മളൊരു കൂലിക്കൊരു ടാപ്പിംഗുകാരൻ വരുമ്പം ആ ടാപ്പിംഗുകാരൻ അങ്ങനെ നിർത്തണമെന്നില്ല. പക്ഷേ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ടാപ്പിംഗ് കഴിയുമ്പോൾ 1 മണിക്കൂറെങ്കിലും മഴ പെയ്യാതിരിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ടാപ്പിംഗ് ചെയ്യുന്നതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല. ടാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഉടനെ പെയ്യുന്ന മഴ പട്ട പഴുത്തു പോകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സമയം ഒരുപാട് പോയി. അപ്പോൾ ഇനിയുള്ള മറ്റ് സാധനങ്ങളുടെ വില ഞാൻ വളരെ സ്പീഡിലാണ് പറയുന്നത്. വെളിച്ചെണ്ണ തയ്യാർ 222 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 227 രൂപ, കൊപ്ര എടുത്തപടി 129 രൂപ, അടയ്ക്ക പുതിയ തൊഴിലേക്ക് 360 രൂപ, അടയ്ക്ക പഴയ തൊഴിലേക്ക് 360 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയത് 3800 രൂപ, ജാതിക്ക തൊണ്ടൻ 320 രൂപ, ജാതിപത്രി ചുവപ്പ് 1400 രൂപ, ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 500 രൂപ, ജാതിപത്രി മഞ്ഞ 1500 രൂപ, ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1800 രൂപ മുതൽ 1900 വരെയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2000 രൂപ മുതൽ 2100 രൂപ വരെയും, ഗ്രാമ്പു 810 രൂപ, നാടൻ 925 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 550 രൂപ മുതൽ 600 രൂപ വരെയും, ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ, സെക്കൻഡ് 200 രൂപ, പിണ്ണാക്ക് എസ്പെലർ 33 രൂപ, റോട്ടറി 39 രൂപ, കുരുമുളക് അൺഗാർബിൾ ഒരു കിലോയ്ക്ക് 694 രൂപ, കുരുമുളക് പുതിയ തൊഴിലേക്ക് 684 രൂപ, കുരുമുളക് ഗാർബിൾ ഒരു കിലോയ്ക്ക് 714 രൂപ, ചുക്ക് ബെസ്റ്റ് 300 രൂപ, മഞ്ഞൾ സേല 155 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 57 രൂപ, പച്ച 55 രൂപ, പഴം 62 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 35,500 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 1800 രൂപ, കുരുമുളക് വയനാടൻ 690 രൂപ, ചേട്ടൻ 680 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 4000 രൂപ, ഏലമുണക്ക കിലോ 2600 രൂപ മുതൽ 3200 രൂപ വരെ, നെല്ലി കിൻഡൽ 2500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 3500 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു.